തിരുവനന്തപുരം നെട്ടയം മലമുകളിൽ സംഘർഷം. ബി.ജെ.പി. പ്രവർത്തകരും CPIM പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസിന് നേരെയും ആക്രമണമുണ്ടായി. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് മർദ്ദനമേറ്റത്. ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ച ബി.ജെ.പി. പ്രവർത്തകർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. MG പ്രതീഷാണ് വിശദാംശങ്ങളുമായി ചെയ്തത്. പ്രതീഷ്, നിലവിലെ കീർത്തന, തീർച്ചയായും 100ഓളം വരുന്ന ബി.ജെ.പി. പ്രവർത്തകർ ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയാണ്. ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന്റെ മുൻഭാഗത്തുള്ള റോഡാണ്. ഈ റോഡ് ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നിലവിൽ ഈ വട്ടിയൂർക്കാവിൽ നടക്കുന്നത്. നേരത്തെ ഒരു 6 മണിയോട് കൂടിയാണ് ഈ സംഘർഷങ്ങളുടെ തുടക്കം. അത് പിന്നീട് പാർട്ടി പ്രവർത്തകർ, CPIMന്റെയും ബി.ജെ.പിയുടെയും പാർട്ടി പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി. പരസ്പരം കല്ലും അതുപോലെ തന്നെ ഈ വലിയ കമ്പുകളും വലിച്ചെറിഞ്ഞു. അങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ആ സംഘർഷത്തിൽ പരിക്കേൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ബി.ജെ.പി. പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം ഈ CPIM പ്രവർത്തകൻ ബി.ജെ.പി. പ്രവർത്തകന്റെ ഭാര്യയോട് മോശമായി പെരുമാറിയിരുന്നു. ഇത് ഈ പോലീസ് സ്റ്റേഷൻ, വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. പക്ഷേ ആ പരാതി ഒതുക്കി തീർക്കാനുള്ള നീക്കമാണ് ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇവർ പരാതിപ്പെട്ട ഈ CPIM പ്രവർത്തകർ ഇന്ന് വൈകിട്ട് ആ മേഖലയിൽ എത്തുകയും അതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ വാക്കുതർക്കമാണ് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ തുടർച്ചയായാണ് പിന്നീട് ഇരു വിഭാഗങ്ങളും ചേരിതിരിഞ്ഞ് ആക്രമിച്ചത്. പിന്നീട് ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി എന്നാരോപിച്ചാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലേക്ക് ഈ 100ഓളം വരുന്ന പ്രവർത്തകർ സംഘടിച്ച് എത്തിയിരിക്കുന്നത്. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ ഇവിടെയുണ്ട്. അവരാണിപ്പോൾ ഈ സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഈ 4 പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നതാണ് ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത്. ഏകപക്ഷീയമായി ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് ഏകപക്ഷീയമായി തിരിഞ്ഞുപിടിച്ച് ആക്രമിച്ചു എന്നതാണ് പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നതാണ് പ്രധാനമായും അവർ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധമാണ് ഉള്ളത്. വലിയ പോലീസ് സന്നാഹം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ സംഘർഷം നടന്ന നെട്ടയം മലമുകൾ മേഖലയിലടക്കം കൂടുതൽ പോലീസുകാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി സ്റ്റേഷനിലേക്ക് അവർ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ച് പ്രതിരോധിക്കാൻ കൂടുതൽ പോലീസുകാരെ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ബി.ജെ.പി. പ്രവർത്തകർക്ക് പറയാനുള്ള കാര്യം കൂടി കേൾക്കാം. എന്താണ് ഈ സംഘർഷങ്ങളുടെ ഒരു തുടക്കം? ഈ മലമുകൾ പ്രദേശത്ത് ബി.ജെ.പി. പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തെ അവിടുത്തെ CPIM ഊരുവിലക്ക് കൽപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ കുടുംബത്തിലെ ആൾക്കാർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അവിടുത്തെ സ്ത്രീകളെ നഗ്നതാ പ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതിനെതിരെ ഇവിടെ പരാതി കൊടുത്തു ബി.ജെ.പി. പ്രവർത്തകർ. പരാതി കൊടുത്ത് ആ പരാതിക്കെതിരെ CPIM പോലീസ് യാതൊരു നടപടി സ്വീകരിക്കുന്നില്ല. അപ്പോൾ അവർ ഇന്ന് പരാതി കൊടുത്തിട്ട് അവർ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവർക്ക് വീട്ടിൽ കയറാൻ കഴിയാത്ത സാഹചര്യം. അവിടെ CPIMന്റെ ആൾക്കാർ അവരെ തടയുന്നു. അവർക്ക് ആ നാട്ടിൽ പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനം. അപ്പൊ ഇതിനെതിരെ ബി.ജെ.പിയുടെ ആ പ്രദേശത്തുള്ള പ്രവർത്തകർ അങ്ങോട്ട് പോയി. അവിടെ പോയ സമയത്ത് ബി.ജെ.പി. പ്രവർത്തകരെ CPIMകാർ ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. കല്ലെറിയുകയും അങ്ങനെ ഏകപക്ഷീയമായിട്ടാണ് ആക്രമിച്ചത്. ബി.ജെ.പി. പ്രവർത്തകരെ അതിദാരുണമായിട്ട് മർദ്ദിച്ചു. വിറവ് കൊള്ളി, അവിടെ കിടന്ന പരിക്കുണ്ടോ? ബി.ജെ.പി. പ്രവർത്തകർക്ക് പരിക്കുണ്ടോ? പ്രവർത്തകർക്ക് പരിക്കുണ്ട്. കൈ കിട്ടിയ വിറവ് കൊള്ളിയൊക്കെ എടുത്താണ് അടിച്ച പോലെ ഇത് CI ഇവിടുത്തെ CI ഇത് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടങ്ങിയ സമയം മുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു. അതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം. കീർത്തന, റീജിത്ത്, അതാണ് പോലീസിനെതിരെയും CPIMനെതിരെയുമാണ് പ്രധാനമായും ബി.ജെ.പി. ആരോപണം ഉന്നയിക്കുന്നത്. കാരണം ബി.ജെ.പി. പ്രവർത്തകന്റെ ഭാര്യയ്ക്ക് നേരെ ഒരു CPIM പ്രവർത്തകൻ മോശം പരാമർശം അല്ലെങ്കിൽ നഗ്നതാ പ്രദർശനം നടത്തി എന്നതാണ് ആരോപണം. ഈ ആരോപണത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതിയിന്മേൽ നടപടി എടുത്തില്ല. മാത്രമല്ല ബി.ജെ.പി. പ്രവർത്തകനെ ആ നാട്ടിൽ ഈ പരാതി നൽകിയതിന്റെ പേരിൽ ഈ ബി.ജെ.പി. പ്രവർത്തകന് ആ നാട്ടിൽ കയറാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. CPIM പ്രവർത്തകർ ഊരുവിലക്ക് കൽപ്പിക്കുന്ന സാഹചര്യമായിരുന്നു എന്നതാണ് ബി.ജെ.പി. പറയുന്നത്. ഇന്ന് ഈ ബി.ജെ.പി. പ്രവർത്തകൻ ആ സ്ഥലത്തെത്തുമ്പോൾ അതിനെ ചൊല്ലിയുള്ള ചില വാക്കുതർക്കങ്ങളാണ് ആദ്യം ഈ സംഘർഷത്തിന് തുടക്കമായത്. പിന്നീട് അത് 2 വിഭാഗങ്ങൾ, അത് 2 പാർട്ടികൾ ഏറ്റെടുക്കുകയും ആ സംഘർഷത്തിൽ ചേരിതിരിഞ്ഞ് പാർട്ടി പ്രവർത്തകർ ഏറ്റെടുക്കുകയുമായിരുന്നു. പ്രവർത്തകരുടെ പ്രതികരണവും നമ്മൾ കേട്ടു. അവർ പറയുന്നത് ബി.ജെ.പി. പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു എന്നാണ്. ബി.ജെ.പി. ആണെങ്കിൽ ഇപ്പോഴിതാ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നു. പോലീസിന് മുമ്പിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പരാതി എത്തിയിട്ടുണ്ട്. എന്താണ് പോലീസിന്റെ ഒരു വേർഷൻ? ഇതിൽ എങ്ങനെയാണ്? ഒരു പോലീസുകാരനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കല്ലേറിൽ.
തീർച്ചയായും പോലീസ് നിലവിൽ കുടുംബ പ്രശ്നമാണ്, വ്യക്തിപരമായ ചില പ്രശ്നങ്ങളാണ് എന്നുള്ള വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. ഈ തുടക്കത്തിൽ ഈ സംഘർഷം ഉണ്ടാകുന്നതിന്റെ ആദ്യഘട്ടത്തിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും ഈ പ്രവർത്തകരെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഉണ്ടായ വാക്കുതർക്കമാണ് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി സംഘർഷത്തിലേക്ക് എത്തുന്നത്. കാരണം ഈ BJP പ്രവർത്തകനും CPM പ്രവർത്തകനും തമ്മിൽ ആ സമയത്ത് അവർ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ BJP പ്രവർത്തകന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഈ കൂടുതൽ BJP പ്രവർത്തകർ അവിടെ എത്തി. അതിനെ CPM പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ചേർന്ന് പ്രതിരോധിച്ചു. അതാണ് വലിയ സംഘർഷത്തിലേക്ക് പോയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസും പറയുന്ന അക്കാര്യമാണ്. ഈ സംഘർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇരു വിഭാഗങ്ങളും ചേരിതിരിഞ്ഞ് ആക്രമണമുണ്ടാക്കി. നിരവധി BJP പ്രവർത്തകർ സംഘടിച്ചെത്തി. അങ്ങനെ ആ BJP പ്രവർത്തകർ സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ലാത്തിചാർജ് നടത്തിയത്. പക്ഷേ അത് BJP പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതിയിലേക്ക് പോയി എന്നതായിരുന്നു BJPയുടെ ആരോപണം. ആ ആരോപണം അല്ലെങ്കിൽ അത്തരത്തിൽ അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ BJP പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പിന്തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ കൂട്ടാക്കുന്നില്ല. ഒരു സംഘർഷ സാഹചര്യമൊന്നും തന്നെ ഇല്ല. പക്ഷേ പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ശക്തമായ നടപടി ഇക്കാര്യത്തിൽ വേണം. BJP പ്രവർത്തകർക്കാണ് പരിക്കേറ്റത് എന്നതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. 4 BJP പ്രവർത്തകരെ പേരൂർക്കട ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഈ പരിക്കേറ്റ പോലീസുകാരനെ ഇപ്പോൾ ഫോർട്ട് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് ഈ പോലീസുകാർ ഉൾപ്പെടെ പറയുന്നത്. ഇപ്പോൾ ചില പ്രതികരണങ്ങൾ കൂടി റീജിത്ത് ഇവിടെ നിന്ന് വരുന്നുണ്ട്. പോലീസിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന 2 ഉദ്യോഗസ്ഥന്മാരുടെ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റം കാരണം നമുക്ക് സംഘപരിവാർ പ്രവർത്തകർക്ക് കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഉറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ വിധി. ഇത് അവസാനിപ്പിക്കണമെന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഭാരതീയ ജനതാ പാർട്ടിയും നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ആഗ്രഹിക്കുന്നു. ഇത് അവസാനമാണ്. ഇന്ന് നമ്മുടെ മലമുകളിൽ നമ്മുടെ ഒരു കാര്യകർത്താവായിട്ടുള്ള ബിനുവിൻ്റെ ഭാര്യയെ നിരന്തരമായിട്ട് നഗ്നതാ പ്രദർശനം നടത്തുന്ന ഒരു കോൺഗ്രസ്സുകാരൻ, ആ കോൺഗ്രസ്സുകാരന് പിന്തുണ കൊടുക്കുന്ന മാർക്സിസ്റ്റുകാരും ചേർന്ന് ആ ബിനു എന്ന് പറയുന്ന പ്രവർത്തകനെ അവിടുത്തെ വീട് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബ പ്രശ്നമാണ്, പിന്നീട് അത് പ്രാദേശിക പ്രശ്നം രാഷ്ട്രീയവൽക്കരിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ വീണ്ടും വഷളാകുന്ന സാഹചര്യമാണ്. നേരത്തെ പ്രദേശത്ത് ഒരു സംഘർഷം നേരത്തെ നമ്മൾ കണ്ടു. ഗുരുതരമായ ഒരു പോലീസുകാരനെ പരിക്കേറ്റിട്ടുണ്ട്. CPM പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ BJP പ്രവർത്തകർ ആരോപണം ഉന്നയിക്കുന്നത്. പ്രദേശത്ത് BJPയുടെ പ്രതിഷേധം തുടരുകയാണ്. MG പ്രതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.